കനത്ത മഴയിൽ തകർന്ന വീട് നന്നാക്കാൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് കാക്കനാട് കുസുമഗിരി സ്വദേശി സാമുവൽ ജോർജും കുടുംബവും. അധികാരികൾ കണ്ണടച്ചതോടെ കഴിഞ്ഞ ഒരു മാസമായി ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. MLA നൽകിയ ഉറപ്പ് പോലും പാഴായതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ഇക്കഴിഞ്ഞ മെയ് 28 പെയ്ത മഴയിലാണ് സാമുവലിന്റെയും കുടുംബത്തിന്റെയും കിടപ്പാടം നഷ്ടപ്പെട്ടത്. കനത്ത മഴയോടൊപ്പമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വീട് തകർന്നു. സമീപത്തുള്ള പറമ്പിലെ കൂറ്റൻ സംരക്ഷണ ഭിത്തി തകർന്ന് കല്ലും മണ്ണും വെള്ളവും സാമുവലിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. വലിയ കോൺക്രീറ്റ് പാളികളും കരിങ്കല്ലും മണ്ണും വീടിന്റെ ഒരു ഭാഗത്ത് തങ്ങി നിൽക്കുകയാണ്. വീടിന്റെ ചുമരുകളിലും കോൺക്രീറ്റ് തൂണുകളിലും വിള്ളൽ വീണതോടെയാണ് സ്ഥലത്തെത്തിയ റവന്യൂ, നഗരസഭ, പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബത്തിനോട് താമസം മാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി ഇവർ മറ്റൊരു വാടക വീട്ടിലാണ് താമസം. മെയ് മാസം 28-ാം തീയതി രാവിലത്തെ കനത്ത മഴയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ വീടിനോട് ചേർന്ന് നിന്ന ഒരു വലിയ റീറ്റൈനിങ് വോൾ ആ മഴയത്ത് എല്ലാം കൂടെ ഒലിച്ച് എൻ്റെ വീടിൻ്റെ സൈഡിലോട്ട് വന്ന് ഇരുന്നു. വീടിന് സാരമായ കേട് ഭവിച്ചിട്ടുണ്ട്. അന്നേരം തന്നെ എല്ലാവരും വില്ലേജ് ഓഫീസർ, ചെയർപേഴ്സണ്, പോലീസ്, ഫയർഫോഴ്സ്, അങ്ങനെ ഇവിടെ വരാവുന്ന എല്ലാ പ്രതിനിധികളും വന്നിരുന്നു, കണ്ടിരുന്നു. എല്ലാവർക്കും അതിൻ്റെ ഭീകരത മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം ഞാൻ പരാതി കൊടുത്തു. കളക്ട്രേറ്റിൽ ദുരന്ത നിവാരണം, വില്ലേജ് ഓഫീസർ, മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ എല്ലായിടത്തും കൊടുത്തു. വീട് സന്ദർശനത്തിനെത്തിയ ഉമാ തോമസ് MLAയുടെ സാന്നിധ്യത്തിൽ 2 ആഴ്ചയ്ക്കകം കോൺക്രീറ്റ് പാളികളും കല്ലും മണ്ണും നീക്കി വീട് താമസയോഗ്യമാക്കാമെന്ന് ജില്ലാ ദുരന്ത നിവാരണ വകുപ്പ് ഉറപ്പു നൽകിയതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നാലെ കളക്ടറേറ്റും നഗരസഭാ കാര്യാലയവും വില്ലേജ് ഓഫീസും കയറി ഇറങ്ങിയെങ്കിലും സാമുവലിനും കുടുംബത്തിനും നിരാശയായിരുന്നു ഫലം. വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിനൊടുവിൽ മുഴുവൻ സമ്പാദ്യവും ചിലവഴിച്ച് നിർമ്മിച്ച വീടാണ് സാമുവലിന്റെ കൺമുൻപിൽ ഇങ്ങനെ നശിക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.